എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ക്രാബ് പെപ്പർ റോസ്റ്റ്. ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനാവശ്യമായി 2 സവാള അരിഞ്ഞത്, 20 ചെറിയ ഉള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം ഉണക്കമുളക് ചേർക്കുക. കറിവേപ്പില 2 അല്ലി ചേർക്കുക. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. അതൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് വഴറ്റുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് വഴറ്റുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. എപ്പോഴും തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. കരിഞ്ഞു പോകാതെ ഇളക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് വഴറ്റുക. അതിനുശേഷം എടുത്തു വെച്ചിട്ടുള്ള ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റുക. മൂടി വേവിക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. മൂടി വേവിക്കണം. ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാതെ നോക്കണം. ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകട്ടെ. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് ചേർക്കുക. ഇത് 700 ഗ്രാം ഞണ്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം മൂടി വേവിക്കുക. ഞണ്ടിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിളക്കി കൊടുക്കണം. ഈ ഒരു പരുവമാകുമ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഇളക്കി മൂടി വേവിക്കുക. കറിക്ക് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഞണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങനീരൊഴിച്ച് ഇളക്കി കൊടുക്കുക. ക്രാബ് പെപ്പർ റോസ്റ്റ് ആയതുകൊണ്ട് പൊടിച്ച പെപ്പർ പൊടി തന്നെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. കടയിൽ നിന്ന് വാങ്ങിയതല്ല, വീട്ടിൽ പൊടിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക.
ഇതിലേക്ക് 3 അല്ലി കറിവേപ്പില ഇട്ട് 10 മിനിറ്റ് മൂടി വയ്ക്കുക. ഞണ്ട് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫാക്കുക. ഒരു അടിപൊളി പെപ്പർ റോസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അപ്ലോഡ് ചെയ്ത ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റായി അറിയിക്കുക. ഇതിലും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ഡിപ്പു സുമിസ്.